യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും രാവിലെ എന്റെ ഹൃദയംഗമായ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഈ സമയത്ത് അല്പനേരം നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിച്ചത് 1 കൊരിന്ത്യർ 5:7 നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അതിയോജനത്തെ കുറിച്ച് സംസാരിച്ചപ്പോ പുറപ്പാട് 12:40 ഒരു വചനം ഞാൻ വായിച്ചിരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കഴിച്ച പരദേശവാസം 430 വർഷമെന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഞാൻ 440 വർഷമെന്നാണ് ഞാൻ പറഞ്ഞത്. ഐ എം സോറി, അത് തിരുത്തപ്പെടണം. വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ 430 വർഷമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ കർത്താവിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായം അതിന്റെ 10 വാക്യത്തിലേക്ക് കടന്നു വരാം. ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായം അതിന്റെ 10 വാക്യം. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? രാവിലെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത്. എല്ലാവരും ആ തിരുവചനം വായിച്ചു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ വചനം കേൾക്കുന്ന എല്ലാവരും അത് കണ്ടുപിടിക്കണം. അതിന്റെ ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ, നമ്മോട് സംസാരിക്കട്ടെ, വസ്തുമാനം നമ്മോട് ഇടപെടുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിൽ വീണ്ടും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ പാദപീഠത്തിലിരിക്കുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നീ തുറന്നു തരണമേ. പറ്റ വചനം കേൾക്കുന്നത് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെല്ലാം ഒന്ന് തുറന്നു തന്ന് ഇന്ന് രാവിലെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിയുടെ വായോടുകൂടി ഇരിക്കണം. വചനത്തിന്റെ വാതി തുറന്നു തരണം. സകല ബഹുമാനം കടക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെയാണ്. പ്രാർത്ഥന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഇയ്യോബ് 14 അധ്യായം അതിന്റെ 10 വാക്യത്തിലാണ് ഇന്ന് രാവിലെ ഇവിടെ ചിന്ത കൊണ്ടുവരുന്നത്. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ, അതായത് മരിച്ചാൽ പിന്നെ അവൻ എവിടെ? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ ദൈവജനം കേൾക്കുന്ന എല്ലാവരോടുമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ, മരിച്ചാൽ പിന്നെ അവൻ എവിടെ? നിങ്ങളിത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പറയുവാൻ ഇന്ന് രാവിലെ കഴിയുമോ? ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചാൽ മൂക്കിൽ ശ്വാസമുള്ളവൻ, പ്രാണമുള്ളവൻ, ആ പ്രാണന്റെ മേൽ അധികാരവും ശ്വാസത്തിന്റെ മേൽ അധികാരമുള്ളവൻ പറയുന്നു മരണം നിശ്ചയമാണ്. അത് ചിലപ്പോൾ ജനനത്തിങ്കൽ തന്നെ ആയിരിക്കാം, ശിശു ആയിരിക്കുമ്പോൾ ആയിരിക്കാം, ബാലനായിരിക്കുമ്പോൾ, ചിലപ്പോൾ യുവാവായിരിക്കുമ്പോൾ, വിവാഹത്തിന് മുമ്പായിരിക്കാം, വിവാഹത്തിന് ശേഷമായിരിക്കാം, ഒരു ഭർത്താവായിരിക്കുമ്പോൾ, ചിലപ്പോൾ ഒരു ഭാര്യയായിരിക്കുമ്പോൾ, ഒരു പിതാവായിരിക്കുമ്പോൾ, ഒരു മാതാവായിരിക്കുമ്പോൾ, ചിലപ്പോൾ വൃദ്ധനായിരിക്കുമ്പോൾ, എപ്പോഴായിരിക്കാം നമുക്കറിയത്തില്ല. മരണം നിശ്ചയമാണ്. പക്ഷേ ആ മരണ ഡേറ്റ് നമുക്ക് ആർക്കും അറിയത്തില്ല. അതറിയുന്നവൻ ഒരുവൻ മാത്രം. തിരുവചനം പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കിയവൻ, അവന് മാത്രമേ, നിന്റെ ആദ്യവും അന്തവും അറിയുന്നവന് മാത്രമേ നിങ്ങളുടെ മരണ ഡേറ്റ് അറിയത്തുള്ളൂ. പക്ഷേ മരണം നിശ്ചയമാണ്. എബ്രായ ലേഖനം 9:27 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. ഒരു ധനവാനായതുകൊണ്ട് ധനം കൊണ്ട് മരണത്തെ മാറ്റാൻ പറ്റുകയില്ല. ഒരു വലിയ ജ്ഞാനിയാണ്, വലിയ കഴിവുള്ളവനാണ്, വലിയ മന്ത്രിയായിരിക്കാം, എന്തു തന്നെ ആയിരിക്കാലും അവന്റെ പൊസിഷൻ കൊണ്ട്, ജ്ഞാനം കൊണ്ടൊന്നും ആർക്കും മരണത്തെ മാറ്റുവാനായിട്ട് കഴിയില്ല. മരണം നിശ്ചയമാണ്.
സാധാരണ നമ്മൾ ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഒരു ചോദ്യമല്ല, ഒരു വാക്ക് കേൾക്കുവാൻ കഴിയും. ചിലപ്പോൾ ഒരു ഭർത്താവായിരിക്കും മരിച്ചത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്നത്, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എന്റെ മകൻ ഞങ്ങളെ വിട്ടുപോയി, എന്റെ ഭാര്യ ഞങ്ങളെ വിട്ടുപോയി, എന്റെ സഹോദരൻ ഞങ്ങളെ വിട്ടുപോയി എന്ന് പറയുന്നുള്ള ആ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. വാസ്തവത്തിൽ ആ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ ഭർത്താവ് ആശ്ചര്യമായി ആ ശരീരം അവിടെ കിടപ്പുണ്ട്. ആ ശരീരത്തിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് പറയുന്നു, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി. ആശ്ചര്യമായി ആ ശരീരം അവിടെ കിടപ്പുണ്ട്. പക്ഷെ ആ ശരീരത്തെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? ശവം, ഡെഡ് ബോഡി. എന്നാൽ ആ ഡെഡ് ബോഡിയെ നോക്കി, ആ ശവത്തെ നോക്കി പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എന്റെ ഭാര്യ എന്നെ വിട്ടുപോയി, എന്റെ മക്കൾ എന്നെ വിട്ടുപോയി. എവിടേക്കാണ് പോയത്? ഇനി രാവിലെ ചിന്തിച്ചിട്ടുണ്ടോ? ആ അക്ഷരികമായി കിടക്കുന്ന ആ ശരീരമുണ്ടല്ലോ, അതിനെ നമ്മൾ എപ്പോഴും പറയുന്നത് ശവമെന്നാണ്. ഡെഡ് ബോഡി കാണാൻ പോകുന്നു, ഡെഡ് ബോഡി എന്നാ പറയുന്നത്. ഒരിക്കലും ആ വ്യക്തിയെ പിന്നെ ഞാൻ പേരിട്ട് വിളിക്കത്തില്ല. എന്നാൽ ഉൽപ്പത്തി 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഈ ശരീരത്തെ പിന്നെ നമ്മൾ എന്തു ചെയ്യും? ആ ശേഷിക്കുന്ന ആ ശരീരത്തെ പൊടിയിലേക്ക് കൊണ്ടുപോകുന്നു. പൊടിയിൽ കൊണ്ട് കുഴിച്ചിടുന്നു, മണ്ണിൽ കൊണ്ട് കുഴിച്ചിടുന്നു. അത് ദ്രവിച്ചു പോകുന്നു. അത് പണക്കാരനായാലും ജ്ഞാനിയായാലും ഏത് വ്യക്തിയായാലും ആ ശവത്തെ, ആ ശരീരത്തെ നമ്മൾ കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിടുന്നു. ആ കുഴിച്ചിടുമ്പോൾ ഒരു കാര്യം മറക്കരുത്, നമ്മൾ സമ്പാദിച്ചത് ഒന്നും കൊണ്ടുപോകുകയില്ല. 70 വർഷം 80 വർഷം ഭൂമിയിൽ ജീവിച്ചു, ധാരാളം പണമുണ്ടാക്കി, കഷ്ടപ്പെട്ട് 24 മണിക്കൂർ ജോലി ചെയ്ത് പണമുണ്ടാക്കി, ഒരുപാട് സമ്പാദിച്ചു, ബാങ്കിലും അവിടെയും ഇവിടെയും എല്ലാം സമ്പാദിച്ചു. ഈ മരണത്തിൽ ആ ശവം, അതിനകത്ത് ഒന്നും നമ്മൾ കൊണ്ടുപോകുകയില്ല. ഈവൻ നമ്മുടെ ശരീരത്തിൽ കുറെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, അതുപോലും മനുഷ്യർ ഊരി മാറ്റും. വിലയുള്ളതെല്ലാം നമ്മൾ എടുത്തു മാറ്റും. നമ്മളൊരു വസ്ത്രം ധരിച്ച് ആ ശവത്തെ കൊണ്ടുപോയി കുഴിച്ചിടും. ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു, ലൂക്കോസ് 12:20 ചോദിക്കുന്നുണ്ട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇനി രാവിലെ ചിന്തിക്കണമേ. നമ്മൾ ഒരുപാട് ഉണ്ടാക്കി, സമ്പാദിച്ചു. അനേകം മാതാപിതാക്കൾ ദുഃഖിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി വലിയ മാൻഷനുകൾ ഉണ്ടാക്കി, വലിയ വീടുകൾ കെട്ടി, അതിനകത്ത് താമസിക്കുമെന്ന് കരുതിയാണ് ഈ വലിയ വീട് അവർ മേടിച്ചത്. പ്രോപ്പർട്ടികൾ വാങ്ങിക്കൂട്ടി, അവിടെ സമ്പാദിച്ചു, അവിടെ എല്ലാം മക്കൾക്ക് വേണ്ടി. എന്നാൽ മക്കൾ വലുതുമായപ്പോൾ, പ്രായമായപ്പോൾ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ഉണ്ടാക്കിയ മാൻഷനിൽ അവരൊന്ന് താമസിക്കുമെന്ന്? ഒരിക്കലുമില്ല. അവർ പ്രായമാകുമ്പോൾ അവരുടെ ചിന്തിക്കത്തവണ്ണമുള്ള വീടുകൾ ഉണ്ടാക്കി അവർ ആ വീട്ടിലേക്ക് പോകുന്നു. അവസാനം ഈ വലിയ മാൻഷനിൽ അപ്പനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അനേക വ്യക്തികളുണ്ട്. അതിനകത്തിരുന്ന് അവർ അനേകം ദുഃഖിക്കുന്നുണ്ട്. കർത്താവേ, മക്കൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, പക്ഷെ മക്കൾക്ക് ഇത് ആർക്കും വേണ്ട, അവർ ഞങ്ങളെ വിട്ടുപോയി. ഇനി രാവിലെ ചിന്തിക്കുക, ഈ സമ്പാദിക്കുന്നതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ട ഒരു സമയമുണ്ട്. എന്തുണ്ടാക്കിയാലും ഒന്നും നിങ്ങൾ കൊണ്ടുപോകുകയില്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന പണം, നിങ്ങളുടെ സമയം, ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കൂട്ടിയിട്ട് ഇതും കൂടെ കൊണ്ടുപോകാമെന്ന് കരുതരുത്. ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തിച്ച് നമ്മൾ ഓർക്കുന്നു, ഇന്ന് നിന്റെ
പ്രാണനെ ചോദിച്ച നീ എവിടേക്കാണ് പോകുന്നത്? നീ ഉണ്ടാക്കിയതെല്ലാം ആർക്കാകുന്നു? ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ് ഞങ്ങളെ വിട്ടുപോയി. പക്ഷെ എവിടേക്കാണ് പോയത്? മരണാനന്തരം എവിടേക്ക് പോയി? നമ്മളിപ്പോൾ കാണുന്ന ഈ ശരീരം കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നാൽ എന്റെ ഭർത്താവ് എവിടേക്ക് പോയി? എന്റെ മകൻ എവിടേക്ക് പോയി? എന്റെ ഭാര്യ എവിടേക്ക് പോയി? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ചില വചനത്തെ ഞാൻ നിങ്ങളെ മുമ്പിൽ എടുത്തു വെക്കുന്ന ലൂക്കോസ് 16-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലൂക്കോസ് 16:19 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് ഒരു സംഭവം അവിടെ വിശദീകരിക്കുന്നു. എല്ലാവരും തിരുവചനമുള്ളവർ എല്ലാവരും ആ ചാപ്റ്ററിലേക്ക്, ആ വചനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ ഇന്ന് രാവിലെ കർത്താവിൽ ഓർമ്മപ്പെടുത്തുന്നു. അതിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാവിലെ നമ്മൾ അനേക കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ട്. ലൂക്കോസ് 16-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കുക. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. മതി, ഓരോ വാക്യങ്ങളായിട്ട് നമുക്കിന്ന് വായിക്കാം. അവിടെ നോക്കൂ, ധനവാൻ എന്നാ യേശു പറഞ്ഞത്. ആ ധനവാന്റെ പേര് യേശു അവിടെ പറയുന്നില്ല. യേശു അത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ആ ധനവാന്റെ പേര് ഈ ഭൂമിയിൽ അനേകർ പറഞ്ഞ് പ്രസിദ്ധപ്പെടുത്തി ഉയർത്തി കൊണ്ടു നടക്കുന്നവരായിരിക്കാം. പക്ഷെ യേശു ആ ധനവാന്റെ പേര് പോലും പറയുവാൻ ഇഷ്ടപ്പെടുന്നില്ല. വെറും ധനവാൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ ജീവിതത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു, ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അപ്പോൾ ആഡംബര ജീവിതത്തിനായിട്ട് അവൻ ജീവിക്കുക. എന്തിനാ ജീവിക്കുന്നത്? ആഡംബര ജീവിതം, അതിനായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു ധനവാനെ യേശു അവിടെ വരച്ചു കാണിക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ തന്നെ ലൂക്കോസ് 12:19 ഒന്ന് കടന്നു വരിക. ലൂക്കോസ് 12:19 വായിക്കുക. എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഇതുപോലെ ജീവിക്കുന്ന അനേകർ ഇന്ന് ഭൂമിയിലുണ്ട്. സഭാപ്രസംഗി 11:9 യൗവനക്കാരെ നോക്കി പറയുന്നു, യൗവനത്തിൽ നീ സന്തോഷിക്കുക, നിന്റെ ഹൃദയം ആനന്ദിക്കുക, നിന്റെ ഇഷ്ടമുള്ള വഴിയിൽ കൂടെ ഒക്കെ നീ പോകാം, ബോധിച്ച വണ്ണം നീ ജീവിച്ചുകൊള്ളു. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഇതിനെല്ലാം ഒരു അവസാനമുണ്ട്, ഒരു ന്യായവിധി വരുന്നുണ്ട്. മരണം നിശ്ചയമാണ്. അപ്പോൾ പണമുണ്ട് ദൂർത്തടിച്ച് ജീവിക്കുമ്പോ മറന്നു പോകരുത്, ഒരു അവസാനമുണ്ടെന്നുള്ള കാര്യം. ഒരു വലിയ വീട്, വലിയ കാറ്, ദൂർത്തടിച്ചുള്ള ജീവിതം, ആഡംബര ജീവിതം, അവരുടെ ഹൃദയം മുഴുവനും ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ കിടക്കുകയാണ്. വീണ്ടും 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 ആ പണം എങ്ങനെ ചെലവഴിക്കണമെന്നറിയാതെ അവർ ദൂർത്തടിച്ച് വീണ്ടും വാരിക്കൂട്ട്. അവിടെ ഹൃദയം മുഴുവനും ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ കിടക്കുന്നു, ബാങ്കിൽ കിടക്കുന്നു. അങ്ങനൊരു വ്യക്തിയാണ് യേശു അവിടെ വരച്ച് കാണിക്കുന്നത്. മത്തായി 6-ാം അധ്യായം 19, 20, 21 വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ പുഴുവെടുക്കുന്ന, തുരുമ്പെടുക്കുന്ന ഈ ഭൂമിയിൽ അവർ നിക്ഷേപങ്ങൾ ഇട്ടിട്ട് ഹൃദയം മുഴുവനും അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും അത് നശിച്ചു പോകുന്നതാണ്. അത് ഈ ലോകം നമ്മെ കാണിച്ചു തരുന്നു. പെട്ടെന്ന്
ചിലതെല്ലാം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. ഈ കഴിഞ്ഞ ദിവസമൊക്കെ സൗത്ത് കൊറിയയിൽ, അതേപോലെ മലേഷ്യ എയർപ്ലെയിൻ, ഇതിൽ കൂടെ ഒക്കെ കടന്നത് ലോകത്തെ വിളിച്ചറിയിക്കുന്ന സംഭവങ്ങളാണ്. ചിലപ്പോൾ അതൊക്കെ ഞാൻ കണ്ട് കരയാറുണ്ട്. താവേ, ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ, അവരുടെ പേരൻസിന്റെ അവസ്ഥകൾ, ഡെഡ് ബോഡിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നു. സത്യം മറന്നു പോകരുത്. പെട്ടെന്ന് കണ്ണിവയ്ക്കുന്ന നേരത്ത് ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങളെല്ലാം യാക്കോബ് അപ്പോസ്തലൻ ധനവാന്മാരെ കുറിച്ച് ശക്തമായ താക്കീത് തരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും ഈ ചാപ്റ്ററിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ലൂക്കോസ് 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ആദ്യം വായിക്കുക. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. രണ്ടാമത്, യേശു അവന്റെ പേര് പറയുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ പേര് പറഞ്ഞാണ് യേശു നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ലാസർ. എന്നാൽ ആ വ്യക്തിയെ കുറിച്ച് അവിടെ എതിരിക്കുന്നത് ദരിദ്രനാണ്, വ്രണം കൊണ്ട് നിറഞ്ഞവനാണ്, ഒറ്റപ്പെട്ടവനാണ്, എല്ലാവരാലും തള്ളപ്പെട്ടവൻ, വെറുക്കപ്പെട്ടവൻ. ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് യേശു അവിടെ പറയുന്നു. ഇനി തിരുവചനം കേൾക്കുന്നവർ ശ്രദ്ധിക്കുക, ലോകത്തിലേക്ക് നോക്കൂ. ഇന്ന് അനേകം പാവപ്പെട്ടവരെ തിരക്കി നടക്കുകയാ. പാവപ്പെട്ടവരെ തിരക്കി $10,000 ചെലവഴിച്ച് ആകാശ യാത്ര, ഭൂമി യാത്ര ചെയ്ത് പാവപ്പെട്ടവരെ കാണുവാൻ, പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഓടുന്നവരുണ്ട്. എന്നാൽ ഇവിടെ നോക്കൂ, ധനവാന്റെ പടിപ്പുരയ്ക്കലാ കിടക്കുന്നത്, ദൂരെയല്ല. ധനവാൻ കണ്ണു തുറന്നാൽ കാണുന്നത് ആ രീതിയിലാണ് ഈ ദരിദ്രൻ കിടക്കുന്നത്, ദൂരെയൊന്നും അല്ല. പക്ഷെ അത് കാണുവാൻ കണ്ണടഞ്ഞുപോയി. ഇതുപോലെ അനേകരും ഓടി നടക്കുന്നു. സാധുക്കളെ സഹായിക്കാൻ, സാധുക്കൾക്ക് വീട് വെക്കുവാൻ, സാധുക്ക് വസ്ത്രം കൊടുക്കുവാൻ ഓടുകയാ. നിന്റെ സാധുക്കൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ കിടപ്പുണ്ട്. പക്ഷെ അത് കാണുവാൻ നമ്മുടെ കണ്ണടഞ്ഞുപോയി എന്ന് മാത്രം. ഇവിടെ ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്ന ലാസർ എന്ന ദരിദ്രൻ. ഈ ധനവാനെ കുറിച്ച് നോക്കുമ്പോൾ സെൽഫിഷ്, അവൻ ഭക്ഷിക്കുന്നു, തിന്ന് ദൂർത്തടിക്കുന്നു. അവന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ മേശയിൽ നിന്ന് വീഴുന്ന, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ എച്ചില്, അത് തിന്നാണ് ഈ ദരിദ്രൻ ജീവിക്കുന്നത്. അവന് തിന്നിട്ട് ബാക്കി എന്തു ചെയ്യണമെന്നറിയാതെ വാരിക്കളയുകയാണ്. അവന്റെ വസ്ത്രം, ധൂമ്രവസ്ത്രം, പട്ടുവസ്ത്രം, അതിന് ചെലവഴിക്കുന്ന പണം, ധൂർത്തടിക്കുന്ന പണം, അതിന്റെ ഒരു അല്പ അംശം മതി ഈ ദരിദ്രന്റെ അവസ്ഥകൾക്ക് മാറ്റം കൊടുക്കുവാൻ. പക്ഷേ അവനെ നോക്കുമ്പോൾ ധനവാൻ സെൽഫിഷായി തന്റെ കുടുംബം തിന്ന് ധൂർത്തടിച്ച് ആഡംബരത്തിൽ ജീവിച്ച് വളരുന്നതായ ഒരു കുടുംബം. അവൻ ഒരു ദിവസം എടുത്ത് അനാവശ്യമായി ധൂർത്തടിക്കുന്ന പണം മതി അപ്പുറത്ത് തൊട്ടടുത്ത് കണ്ണിന് മുമ്പിൽ കാണുന്ന ആ സഹോദരന് ഒരു നല്ലൊരു ജീവിതം കിട്ടുവാൻ. അവന്റെ പട്ടിന്റെ വില മതി ആ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന സഹോദരനെ ഒന്ന് സഹായിക്കുവാൻ. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. 2-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം ഒന്ന് വായിക്കുക.
യാക്കോബിന്റെ ലേഖനം 2:15-16. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അപവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമുണ്ട്. വന്ന് നിന്റെ അടുക്ക ചോദിക്കുന്നു, സഹോദരാ ഞാൻ വിശക്കുന്നു, എനിക്ക് ഒത്തിരി വിശപ്പുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രമില്ല. അപ്പൊ നീ എന്താ പറയുന്നത്? ബ്രദറെ, ധൈര്യത്തോടെ പോ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി ശക്തമായി നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സഹോദര, അങ്ങനെയല്ല കർത്താവെ പഠിപ്പിക്കുന്നത്. അവന് വിശക്കുന്ന അവന് നീ ഒരു നേരത്തെ ആഹാരമെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് നീ അവന് വേണ്ടി പ്രാർത്ഥിക്ക. നീ അവന് ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ട് നീ അവന് പ്രാർത്ഥിക്ക. പ്രവൃത്തിയില്ലാത്ത ജീവിതത്തെ യാക്കോബ് അപ്പോസ്തലൻ നമ്മെ നോക്കി പറയുന്നു, നിന്റെ കൂട്ടു സഹോദരൻ, നിന്റെ അടുക്കലിരിക്കുന്ന സഹോദരൻ ആഹാരം കഴിച്ചോ? അവൻ വസ്ത്രമുണ്ടോ? അവന്റെ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? കോളേജിൽ പോയോ? സ്കൂളിൽ പോയോ? ഇതൊന്നും നീ അന്വേഷിക്കാതെ നീ തിന്നു കുടിച്ച് തൃപ്തനായിരിക്കുമ്പോ അവന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാമെന്നല്ല പറയേണ്ടത്. നീ ആദ്യം അവന് ആഹാരം കഴിക്കുവാൻ കൊടുത്തിട്ട് പറ, ബ്രദറെ ഞാൻ നിനക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ടിരിക്ക. പ്രവൃത്തികളാൽ നിന്റെ വിശ്വാസത്തെ, നിന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാനാ പറയുന്നത്. ഇവിടെയും നോക്കൂ, ഇതേപോലെ അനേക ബന്ധുക്കോസുകാരുണ്ട്. ഇന്ന് രാവിലെ തൊട്ടടുക്ക് കിടക്കുന്ന സഹോദരനെ, സഹോദരിയെ കുറിച്ച് കാണുവാൻ കഴിയാത്ത കണ്ണുകൾ അടഞ്ഞുപോയ, സ്വന്തമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് ദൂർത്തടിച്ച് ജീവിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. എന്നാൽ ഈ തിരുവചനത്തിൽ കൂടെ പറയുന്നത് എന്ത്? ഭർത്താവ് എവിടേക്ക് പോയി? അല്ല, ഭാര്യ എവിടേക്ക് പോയി? മരണാനന്തരം അവർ എവിടേക്ക് പോയി? ബോഡി, ആ ശരീരം ഈ ഭൂമിയിൽ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. പക്ഷേ ആ ഭർത്താവ്, അകത്ത മനുഷ്യൻ എവിടേക്ക് പറന്നുപോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശു പറയുന്നു, രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് അത് പറന്നുപോയത്. ഒന്ന് പർദീസ, അല്ലെങ്കിൽ യാതനാ സ്ഥലം. ഇത് രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് ആ അകത്ത മനുഷ്യൻ പറന്നുപോയത്. പക്ഷെ നമ്മളിത് പറയുന്നത് എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എന്റെ ഭാര്യ ഞങ്ങളെ വിട്ടുപോയി. പക്ഷേ നീ ചിന്തിക്കുന്നുവോ നിന്റെ ഭർത്താവ് എവിടേക്കാണ് പോയതെന്ന്? ഇവിടെ നോക്കൂ, യേശു വീണ്ടും അവരോട് അടുത്ത വചനത്തിലേക്ക് ഇവിടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. അതിന്റെ 22-ാം വാക്യം വായിക്കുക. ലൂക്കോസ് 16:22 തൊട്ട്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നോക്കൂ, ദരിദ്രനും മരിച്ചു, ധനവാനും മരിച്ചു. മരണാനന്തരം നീ എത്ര വലിയവനായാലും, പാവപ്പെട്ടവനായാലും, വിശ്വാസിയായാലും അവിശ്വാസിയായാലും, നിന്റെ ശരീരമുണ്ടല്ലോ കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിടും. ഏത് വ്യക്തിയായാലും ലക്ഷങ്ങൾ ചെലവഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് 24 മണിക്കൂറും ഓടി അധ്വാനിച്ച് ഷേപ്പ് ചെയ്ത് മനോഹരമാക്കിയ നിന്റെ ശരീരമുണ്ടല്ലോ, അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിടും. ഇവിടെ രണ്ടുപേരുടെയും ശരീരം കൊണ്ടുപോയി അടക്കി. എന്നാൽ അവിടെ ശ്രദ്ധിച്ച് കേൾക്ക്, ധനവാൻ മരിച്ചു അടക്കി, ദരിദ്രൻ മരിച്ചു അടക്കി. എന്നാൽ ധനവാൻ എവിടേക്ക് പറന്നുപോയി? അവിടെ എഴുതിയിരിക്കുന്നു,
പാതാളത്തിൽ യാതനാസ്ഥലത്ത്. ദരിദ്രൻ മരിച്ചു. ദരിദ്രൻ എവിടേക്ക് പോയി? പറുദീസയിലേക്ക്. ഇവിടെ നോക്കൂ, യാതനാ സ്ഥലം എന്ന് പറയുന്നത് നിത്യ നരകമല്ല. ഒരു കുറ്റവാളിയെ പിടിക്കുമ്പോൾ അവനെ ഉടനെ ലോക്കപ്പിൽ ഇട്ട് ജയിലിലിട്ട് അവനെ അടയ്ക്കും. ഒരു വിധി, അവന്റെ വിധി പ്രഖ്യാപിച്ചിട്ട് വിധിക്ക് ശേഷമാണ് അവനെ എന്നേക്കുമായി ജയിലിലേക്ക് അടയ്ക്കുന്നത്. ഇതുപോലെ യാതനാ സ്ഥലമെന്ന് പറയുന്നത് നരകമല്ല. നരകത്തിന് മുമ്പ് സൂക്ഷിക്കുന്ന ഒരു ലോക്കപ്പ്, അവിടെ അവൻ കിടക്കുകയാണ്. അന്ത്യ ഒരു ന്യായവിധിയുണ്ട്. വെള്ളസിംഹാസന ന്യായവിധിക്ക് ശേഷമാണ് അവരെയൊക്കെ നിത്യ നരകത്തിലേക്ക് തള്ളിയിടുന്നത്. അതുവരെയും സൂക്ഷിക്കുന്ന സ്ഥലമാണ് യാതനാസ്ഥലം. എന്നാൽ മറുവശത്ത് ദരിദ്രൻ എവിടേക്ക് പോയി? പറുദീസയിൽ അബ്രഹാമിന്റെ മടിത്തട്ടിൽ. തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ശ്രദ്ധ കൊണ്ടുവരുന്നു. യേശു എന്താണ് പറഞ്ഞത്? യേശു നമ്മോട് പറഞ്ഞ വചനത്തെ നിങ്ങൾ മറക്കരുത്. യോഹന്നാൻ 3:3 പറയുന്നു, നീ ദൈവരാജ്യത്തിൽ കടക്കണമോ, നീ പുതുതായി ജനിക്കണം. എന്റെ രാജ്യമായിരിക്കുന്ന ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കണമോ? ക്രിസ്ത്യാനികൾ അവിടെ കയറാമെന്ന് പെന്തിക്കോസ്തുകാർ അവിടെ കയറാന്നല്ല പറഞ്ഞത്. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം നീ കാണുകയില്ല. അപ്പോൾ വീണ്ടും ജനിച്ചാൽ മാത്രം മതിയോ? മർക്കോസ് 16:16 പറയുന്നു. ഒന്ന് വായിക്കുക. മർക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനപ്പെടണം. സ്നാനപ്പെട്ടാൽ മാത്രം മതിയോ? പോരാ. യേശു ക്രിസ്തുവിനെ തന്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനാൽ നീയും നിറയപ്പെടണം. എങ്കിൽ മാത്രമേ ആ കാഹളധ്വനി കേൾക്കുമ്പോ നീ പറന്നുയരുകയുള്ളൂ. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ കിട്ടി, സ്വർഗത്തിൽ പോകാം. പക്ഷേ കാന്തൻ മണവാളൻ ആയ യേശു ക്രിസ്തുവിനോട് കൂടെ കാന്തയാകുന്ന മണവാട്ടിയാകുന്ന നിനക്കും ഇരുന്ന് ആ കല്യാണ വിരുന്നിൽ ഇരിക്കണമെങ്കിൽ നീ ഒരു വിശേഷ വസ്ത്രം നീ ധരിച്ചേ മതിയാകൂ. നിനക്കകത്ത് കയറാം, പക്ഷേ കാന്തനോട് കൂടി ഇരിക്കണമെങ്കിൽ, മണവാളനോട് കൂടെ മണവാട്ടിയെ നീ ഇരിക്കണമെങ്കിൽ, ആ കല്യാണ സദ്യക്കകത്ത് നീ ഇരിക്കണമെങ്കിൽ നീ രക്ഷയുടെ വസ്ത്രത്തിന്റെ മുകളിൽ വേറൊരു വസ്ത്രം നീ ധരിച്ചേ മതിയാകൂ. അതിന്റെ പേര് നീതിയുടെ വസ്ത്രം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യത്തിൽ പറയുന്നു, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. അത് വേറെയൊന്നുമല്ല, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. അത് തന്നെയാണ് മത്തായി 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. മത്തായി 22:12. ആരെങ്കിലും എടുത്തവർ വേഗത്തിൽ ഒന്ന് വായിച്ചു തരിക. മത്തായി 22:12. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. ആ കല്യാണ സദ്യക്കകത്തിരിക്കണമെങ്കിൽ നീ ഒരു വസ്ത്രം ധരിക്കണം. കല്യാണ വസ്ത്രം ധരിക്കാതെ അതിനകത്തിരിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്താണ് ആ കല്യാണ വസ്ത്രം?
രക്ഷയുടെ വസ്ത്രത്തിന് മേൽ ഇടുന്നതായ നീതിയുടെ ഒരു വസ്ത്രം നീ ധരിച്ചേ മതിയാകൂ. നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ഒക്കെ ശരിയാണ്. എന്നാൽ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നീ കർത്താവിന്റെ നാമത്തിന് ചെയ്യുന്നതും കൊടുക്കുന്നതും, കർത്താവിന്റെ വേളയിൽ എന്തൊക്കെയാണ് നീ ചെയ്യുന്നത്, കൊടുക്കുന്നത്, നീ ചെയ്യുന്ന സകല നീതി പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരു മനോഹരമായ വസ്ത്രം അവിടെ തുന്നിക്കൊണ്ടിരിക്കുന്നു, വിശേഷ വസ്ത്രം. നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് പോകുമ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രമായിട്ടല്ല നിങ്ങൾ പോകുന്നത്. ഒരു പ്രത്യേക വിശേഷ വസ്ത്രം ധരിച്ചായിരിക്കും ഈ കല്യാണ സദ്യക്കകത്ത് പങ്കെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ മണവാളനായ ക്രിസ്തുവിനെ ഒരുക്കി വച്ചിരിക്കുന്ന കല്യാണ സദ്യക്കകത്ത് നീ കയറണമോ? ഈ വിശേഷ വസ്ത്രം നീ ധരിക്കാതെ അതിനകത്ത് പ്രവേശനമില്ല. അനേകർ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. തിരുവചനത്തിൽ പറയുന്ന പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് എല്ലാവരും ഒരുപോലെ ആയിരിക്കുമെന്നല്ല. ചിലരുടെ തേജസ്സിന് വ്യത്യാസമുണ്ട്, കിരീടങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പ്രതിഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതും പോരാ, നിത്യ ലജ്ജയ്ക്കായി തള്ളിയിടുന്ന അനുഭവങ്ങളുണ്ട്, കിരീടമില്ലാത്ത അവസ്ഥകളുണ്ട്. കേൾക്കുവാൻ എളുപ്പമാ. അങ്ങനൊരവസ്ഥ വന്നാൽ നിത്യ നിത്യ ദുഃഖത്തിന് കാരണമായി തീരുന്ന ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പൽക്കാലം ഒരു എക്സാമിന് ഞാൻ തോറ്റാൽ വീണ്ടും എഴുതി ജയിക്കാനുള്ള അവസരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ അവിടെ അങ്ങനെ ഇല്ല കുഞ്ഞേ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യാൻ നിനക്കറിയാം, എന്നാൽ നീ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. നീ യേശുവിന്റെ നാമത്തിൽ സൽപ്രവൃത്തികൾ, നീതി പ്രവൃത്തികൾ ചെയ്യുവാൻ കർത്താവ് നമ്മെ ഇന്ന് രാവിലെ വിളിക്കുന്നു. ഇവിടെ നോക്കൂ, മരണാനന്തരം ലാസർ കടന്നുപോയത് പറുദീസയിൽ അബ്രഹാമിന്റെ മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ ധനവാൻ അവൻ മരിച്ചു. അവൻ എവിടേക്കാണ് പോയത്? യാതനാ സ്ഥലത്ത്. യാതനാ സ്ഥലം എന്ന് പറയും, യാതനാ സ്ഥലത്ത് വീണ ആ നിമിഷം മുതൽ വിശ്രമമല്ല അവിടെ നടക്കുന്നത്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയുള്ള നിലവിളി. അത്രത്തോളം ചൂടാണ് അവിടെ. 24 വാക്യം, വാക്യ 16:24. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ധനവാന് ഈ ദരിദ്രനെ പുച്ഛമായിരുന്നു. ഹോ, അവൻ എന്ന് കണ്ണുകൊണ്ട് കാണുന്നവനാ ദരിദ്രൻ, വ്രണം പിടിച്ചവൻ, പിച്ചക്കാരൻ, പല വിധത്തിൽ അവനെ തള്ളിയവനാ. ഇപ്പോ യാതനാ സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുകയാണ്, അവനെ എന്റെ അടുക്കലേക്ക് നയിക്കണം. എന്തിന്? ഒരു തുള്ളി വെള്ളം. നോക്കുക, മനുഷ്യന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്ന് ഇന്ന് രാവിലെ മറന്നു പോകരുത്. ഭൂമിയിൽ ഈ ധനവാൻ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാ ജീവിച്ചത്? ആഡംബരത്തിൽ സുഖിച്ച് പുളച്ച് പണം എങ്ങനെ ചെലവഴിക്കണമെന്നറിയാതെ ദൂർത്തടിച്ച് നടന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏതൊക്കെ വേണം മേടിച്ചു കൂട്ടാമോ മേടിച്ചുകൂട്ടി ആനന്ദിച്ചു നടന്നതായ സമയങ്ങൾ ഞാൻ ഓർക്കുന്നു. അവരുടെ എല്ലാം വീട്ടിൽ നടന്ന വിവാഹം തന്നെ നോക്കൂ, ലോകത്തിലെ വലിയ സംഭവങ്ങളായിരിക്കും. ഇതുപോലെ പെന്തിക്കോസുകാരും അതുപോലെ ആഡംബര വിവാഹം. ആ വിവാഹത്തിന് ചെലവഴിക്കുന്ന ഡോളറുകൾ, ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണം, ഇതെല്ലാം ഇന്ന്
ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് വരച്ചു കാണിക്കുന്നു. ഒരു കോയിന് രണ്ടു വശമുള്ളതുപോലെ, ഒരു നാണയത്തിന് രണ്ടു വശമുള്ളതുപോലെ ഇവിടെ നോക്കൂ, മരണാനന്തരം നടക്കുന്ന സംഭവത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. വായിക്കുക 25-ാം വാക്യം. അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ഭൂമിയിൽ 60, 70 എത്ര വർഷം ആ ജീവിച്ചത് എനിക്കറിയത്തില്ല. ആ ജീവിതം മുഴുവനും നീ തിന്ന് കുടിച്ച് ആഡംബരത്തിൽ പുളച്ചു ജീവിച്ചില്ലേ? എന്നാൽ ഇതാ യുഗങ്ങളുടെ ഒരു ജീവിതമുണ്ടെന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നീ ചിന്തിച്ചിരുന്നില്ല. നീ ഇപ്പോൾ യാതനാ സ്ഥലത്ത് കടന്ന് ഈ വേദന അനുഭവിക്കുന്നു. ലാസറോ അവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണുനീരും കട്ടതകളും മാത്രമായിരുന്നു. ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, നിന്നയുടെ അനുഭവങ്ങൾ, തള്ളപ്പെട്ട അനുഭവങ്ങൾ. എന്നാൽ അവന് ഞാനൊരു ആശ്വാസം ഇതാ നിത്യതയിൽ നൽകിയിരിക്കുന്നു. അവനെ ഞാൻ പറുദീസയിൽ വിശ്രാമ സ്ഥലത്ത് ഞാൻ ആക്കിയിരിക്കുന്നു. മരണത്തിന് ശേഷം രണ്ട് സ്ഥലം, ഒന്ന് യാതനാ സ്ഥലം അല്ലെങ്കിൽ പറുദീസ. കഴിഞ്ഞ നാളുകളിൽ എന്റെ ഭർത്താവ് പോയി, ഭാര്യ പോയി, മക്കൾ പോയി എന്ന് പറഞ്ഞ് അവർ എവിടേക്ക് പോയി അത് ചിന്തിക്കുവാൻ രാവിലെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെ നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത വചനം വായിക്കുക. അതിനെ തന്നെ അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ, ഇത്രയുമല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവിൽ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അനേകരെന്ന് സാത്താൻ വഞ്ചിക്കുന്നത് ഈ വചനത്തിന്റെ ചില മർമ്മങ്ങൾ അറിയാതെ വഞ്ചിച്ചു കിടക്കുമ്പോൾ ഇന്ന് രാവിലെ ശ്രദ്ധിച്ചു കേൾക്ക്. മരണത്തിന് ശേഷം ഇന്ന് അനേകർ കടന്നുപോയി. ആ ശവമുണ്ടല്ലോ, ശവം, അതിനെ കൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ടു. ആ ശവത്തിന്റെ പുറത്ത് കൊണ്ടുപോയി മെഴുകുതിരി കത്തിച്ച് കുമിച്ചാൻ പുതച്ച് പ്രാർത്ഥിച്ച് പലരും ചിന്തിക്കുന്നത് സ്വർഗത്തിലേക്ക് കയറ്റാമെന്ന മണ്ടത്തരമാ. അത് വെറും ശവമാ. അത് ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേർന്നുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ പ്രാണൻ വിട്ട ഉടനെ അവൻ പറന്നുപോയി. ഒരു അകത്ത മനുഷ്യൻ പറന്നുപോയിട്ടുണ്ട്. അവനിപ്പോൾ ഒന്നുകിൽ യാതനാ സ്ഥലത്ത് അല്ലെങ്കിൽ പറുദീസയിൽ എത്തി. മനുഷ്യ, ഈ ഭൂമിയിൽ കിടക്കുന്ന ഈ ശവശരീരത്തിന്റെ മേൽ നീ കുമിച്ചാനിട്ടാലും, നീ അവിടെ പോയി മന്ത്രങ്ങളും പ്രാർത്ഥനകളും ആഴ്ചകൾ മാസങ്ങൾ ചെയ്താലും ആ വ്യക്തിയെ യാതനാ സ്ഥലത്ത് നിന്ന് പറുദീസയിലേക്കോ പറുദീസയിൽ നിന്ന് യാതനാ സ്ഥലത്തേക്കോ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇത് തമ്മിൽ വലിയൊരു പിളർപ്പുണ്ടെന്ന് അവിടെ വചനം തന്നെ എഴുതി വച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോകുമ്പോൾ, ഞാൻ മരിക്കുമ്പോൾ എന്റെ ശരീരം ഈ മണ്ണോട് മണ്ണ് ചേരും. എന്നാ ഞാൻ എവിടേക്കാണ് പറന്നു പോകേണ്ടത്? അതിന് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അതിന് ഞാൻ പ്രിപ്പയർ ആയിട്ടുണ്ടോ? എന്നാരും ചിന്തിച്ചിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം മരണം കടന്നു വന്നു. ഞാൻ വിചാരിക്കുന്നു ധനവാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല പെട്ടെന്ന് ഞാൻ മരിക്കുമെന്ന്. കാര്യം ആഡംബരത്തിൽ പുളച്ച് ജീവിച്ചിരിക്കുന്ന അവനെങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ മരിക്കുമെന്ന്? ഈ തിരുവചനം കേൾക്കുന്നവർ മറന്നു പോകരുത്. മരണത്തിന് ശേഷം മരിച്ച വ്യക്തിയെ നിനക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാനോ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാനോ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ കൊണ്ടുപോകാനോ ആർക്കും കഴിയയില്ല. പ്രാർത്ഥന വൃഥാവാണ്. അതെല്ലാം സാത്താനിനെ വഞ്ചിക്കുന്ന വഞ്ചനകളാണ്.
മതത്തിന്റെ, ജാതികളുടെ വഞ്ചന, അന്ധവിശ്വാസങ്ങൾ പിടിക്കപ്പെട്ട ആരെങ്കിലും ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസം നീ പുറത്തു വരിക. ജീവിച്ചിരിക്കുന്ന നാളിൽ ഇന്ന് പകൽക്കാലം നീ തീരുമാനിക്കണം. ഇന്നാണ് നിന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട സമയം. അടുത്ത വചനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. വായിക്കുക അടുത്ത വചനം. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അവന് മനസ്സിലായി, എനിക്ക് അങ്ങോട്ട് പോകാനോ അവൻ എന്റെ അടുക്കിലേക്ക് വരുവാനും കഴിയത്തില്ല. പക്ഷേ സമയം കഴിഞ്ഞുപോയി. അവിടെ ഇരുന്ന് ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന നാളിലാണ് അത് ചിന്തിക്കേണ്ടത്. പക്ഷെ സമയം പോയി. അവൻ അടുത്ത ഒന്ന് കാര്യം പറയുന്നു. അബ്രഹാം പിതാവേ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഞാൻ ഇതുപോലെ ദൂർത്തടിച്ച് ജീവിച്ചതുപോലെ അവന്മാരും ദൂർത്തടിച്ച് ജീവിക്കുക ഇപ്പോൾ ഈ ലോകത്ത്. ആഡംബരത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന എന്റെ സഹോദരന്മാർ 5 പേർ അവിടെ കിടപ്പുണ്ട്. ഇന്ന് രാവിലെ മറക്കരുത്, ഇതുപോലെ അനേകർ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ വന്ന സ്ഥലത്ത് എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ തലമുറകൾ, എന്റെ സഹോദരന്മാരുടെ കടന്നു വരരുത് കർത്താവേ. നീ ഒരു കാര്യം ചെയ്യണമേ. അവർ ഇവിടെ വന്ന് ഇങ്ങനെ യാതനാ സ്ഥലത്ത് വീഴുന്നതിന് മുമ്പായി നീ അവിടെ അടുക്കിലേക്ക് ഈ ആലോചന നീ ഒന്ന് അറിയിക്കണമേ. അവരൊന്ന് മാനസാന്തരപ്പെടേണ്ടതിന്, ഇവിടെ വരാതെ പറുദീസിലേക്ക് പോകേണ്ടതിന് അവരെ ഒന്ന് ഒരുക്കുവാൻ ആരെങ്കിലും ഒന്ന് അയക്കണമേ എന്ന് ഇന്ന് യാതൊരു ആ സ്ഥലത്തുകൾ അനേകർ പറയുന്നുണ്ട്. പക്ഷെ ഞാനും നിങ്ങൾ കേൾക്കുന്നില്ല. പക്ഷേ കേൾക്കുന്ന ഒരുവനുണ്ട്. അവനിതാ ചില കാര്യങ്ങൾ നമ്മളെടുക്ക ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അടുത്ത വാക്ക്. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ അതിനെ നോക്കിയാണ് യേശു പറയുന്നത്. പ്രവാചകന്മാരുണ്ട്. മോശയുടെ ന്യായപ്രമാണം മോശയൊക്കെ അയച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ അവരിൽ കൂടെ ഞാൻ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പുതിയ നിയമവിശ്വാസിയെ, ഇന്ന് കാലം ഇത് ന്യായപ്രമാണ യുഗമല്ല, കൃപായുഗമാ. കൃപായുഗത്തിൽ എന്നെ പോലുള്ള പാവപ്പെട്ട ഉപദേശിമാരെ അയച്ചിരിക്കുക നിന്റെ അടുക്കൽ വന്ന് ഈ സത്വവർത്തമാനം അറിയിക്കേണ്ടതിന്. നമ്മുടെ പലരും ഇന്ന് യാതനാ സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുകയാ. അവിടെ എല്ലാം നിലവിളി കർത്താവ് കേട്ടിട്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ ചാൻസുകൾ നൽകുക. പക്ഷേ എന്നെ പോലുള്ള ഉപദേശിമാരെ നിങ്ങളുടെ വലിയ വലിയ ആഡംബര വീട്ടുകൾ കയറ്റുമോ? ഞങ്ങളെയൊക്കെ അശുദ്ധന്മാരെന്ന് തള്ളിക്കളഞ്ഞവരാണ് അനേകർ. അവരുടെ പ്രതാപത്തിനൊത്തുവണ്ണം വെച്ചുകളെ അവരുടെ ജീവിതത്തിലേക്ക് കയറ്റുകയുള്ളൂ, ഭവനത്തിനകത്ത് കയറുകയുള്ളൂ. ഞങ്ങൾക്ക് പ്രവേശനമില്ല. അവരെയൊക്കെ പുറത്തു തള്ളി. ഉപദേശിമാരെ ഇന്ന് പുച്ഛമാ. പെന്തിക്കോസ് പാസ്റ്റേഴ്സുമാരെ അനേകർക്ക് പുച്ഛമാ. അനേക ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്, തലമുറകൾക്ക് ഇവരെ പുച്ഛമാ. പക്ഷെ നീ അറിയാനും ഒരു കാര്യം മറന്നു പോകരുത്. ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ് ഈ മാറ്റമില്ലാത്ത സുവിശേഷമായി ദൈവദാസന്മാരെ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് അയക്കുന്നത്. അവരെ കയറ്റണം. അവർ പറയുന്നത് നീ കേട്ടുകൊള്ളണം, തള്ളിക്കളയരുത്. ഇത് കൃപായുഗമാണ്, ദൈവത്തിന്റെ ചാൻസുകളാണ്. എന്റെ ജീവിതത്തിലും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എന്റെ യൗവനത്തിന്റെ കാലഘട്ടം. ആ യൗവന കാലഘട്ടത്തിൽ അനേകർ എന്റെ അടുക്കൽ ഈ ട്രാക്സുമായി വന്നതാ. പക്ഷെ ആ ട്രാക്സ് എല്ലാം ഞാൻ വലിച്ചു കീറിക്കളഞ്ഞ സമയങ്ങളുണ്ട്, തള്ളിക്കളഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു. എല്ലാം ഓർക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ ഏറ്റവും നല്ല സമയങ്ങളെല്ലാം ഞാൻ പാഴാക്കി. പണത്തിന്റെയും ആഡംബരത്തിന്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്ന് ഉപദേശിമാരെ കളിയാക്കി, അവിടെ സുവിശേഷത്തെ റിജക്ട് ചെയ്തു. അവർ തന്ന പുസ്തകങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും കർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നഷ്ടമായി. ആദ്യത്തെ വിളിയിൽ തന്നെ ഇറങ്ങിയിരുന്നുവെങ്കിൽ, പലപ്പോഴും ചിന്തിച്ചിരുന്നു, ഇറങ്ങിയിരുന്നെങ്കിൽ
കർത്താവിന് വേണ്ടി ഓടുവാൻ കുറെ കൂടെ ആരോഗ്യമുണ്ടായത് കാലഘട്ടമായിരുന്നു അത്. ഈ പകൽക്കാലം തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഉപദേശിമാരെയും ഈ മാറ്റമില്ലാത്ത വചനത്തെയും നീ തള്ളിക്കളഞ്ഞ് ഉപദേശിമാരെ എല്ലാം കള്ളന്മാരെന്ന് വിധിയെഴുതി തള്ളിക്കളയുമ്പോൾ മറക്കരുത്, ദൈവസ്നേഹം നിന്നെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ഈ അന്ത്യകാലത്ത് വലിയൊരു സ്നേഹമാ. ഞങ്ങളെ ഒന്നും നിങ്ങളുടെ വലിയ വലിയ മാച്ചിന്റെ അകത്ത് കയറ്റിയില്ലെങ്കിലും കർത്താവിന്റെ ഒരു സ്നേഹമാണ്. നീ എന്നും വിളിക്കുന്ന ഫോണിൽ കൂടെ ഈ സുവിശേഷം നിന്റെ അണിയറയ്ക്കകത്ത്, വീട്ടിന്റെ അകത്ത്, കിച്ചന്റെ അകത്ത്, ഭവനത്തിന്റെ അകത്തൊന്ന് കേൾപ്പിക്കുക എന്നുള്ള ദൈവത്തിന്റെ നീതിയായിരുന്നു. ഈ അമേരിക്കയിൽ വന്നു ദൈവം തന്റെ നീതി ചെയ്തുകൊണ്ടിരിക്കുന്നു. കേട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ഇതുവരെ കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഉപദേശിമാരെ നിന്റെ വീട്ടിനകത്ത് കയറ്റിയില്ലെങ്കിലും അവിടെ വായിൽ കൂടെ അറിയിക്കേണ്ട സന്ദേശം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളറകളിൽ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് അത് കേട്ടില്ലെന്ന് പറഞ്ഞാലും ന്യായവിധിയുടെ സമയത്ത് നിങ്ങളെ ഉത്തരമുണ്ടല്ലോ, വീട്ടിന്റെ ഉത്തരം വിളിച്ചു പറയും. അതെ, ഈ തിരുവചനം എന്റെ വീട്ടിന്റെ അകത്ത് വന്നതാണ്, പക്ഷെ ഇവനോ കേട്ടില്ല, അത് തള്ളിക്കളഞ്ഞു എന്ന് ഉത്തരം സാക്ഷ്യം പറയുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഈ രാവിലെ മറക്കരുത്. ഇവിടെ നോക്കൂ, അടുത്ത വാക്യം വായിക്കുക. അതിന് അവൻ അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്റെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. ഈ ഉപദേശിമാരുടെ ജീവനുള്ള ദൈവം, ജീവനുള്ള ഉപദേശിമാരെ നിങ്ങൾ അടുക്കലേക്ക് അയച്ചിട്ട് ഈ തിരുവചനത്തെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞാൽ അത് സ്വീകരിക്കാത്തവനാണോ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റുമെന്ന് പറഞ്ഞാൽ കേൾക്കുമെന്ന്? നിങ്ങൾ പറയത്തില്ലേ ഭൂതമാണ്, പിച്ചും പേയുവാണെന്ന് പറയത്തില്ലേ? ദൈവമക്കളെ ശ്രദ്ധിച്ചു കേൾക്കാൻ. ഇത് സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ അനേകർ വാദിക്കുന്നുണ്ട്. എന്റെ ഭവനത്തിൽ ദൂതനെന്ന് ഇറങ്ങട്ടെ, യേശു എന്റെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്നോടൊന്ന് പറയട്ടെ, എന്നാ ഞാൻ സ്നാനപ്പെടാം, ഞാൻ രക്ഷിക്കപ്പെടാം, ഞാൻ വേർപെടാം. എന്റെ മൂണ്ടിക്കകത്ത് യേശു ഇറങ്ങി വരട്ടെ, മരിച്ചവർ ഇറങ്ങി വരട്ടെ. ഇന്ന് മരിച്ചവർ വന്ന് പറഞ്ഞാലും നീ കേൾക്കുമോ? ഈ അന്ത്യകാലത്ത്, കൃപായുഗത്ത്, ടെക്നോളജിയുടെ വർധനവിന്റെ കാലത്ത് കർത്താവ് ഇറങ്ങി വരേണ്ട കാര്യമല്ല, ദൂതൻ ഇറങ്ങി വരേണ്ട കാര്യമല്ല. മാറ്റമില്ലാത്ത തിരുവചനം ഏത് ഭാഷയിലും ഏത് രീതിയിലും ജീവനുള്ള വചനം നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്, ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമാണിത്. ആമനി പറഞ്ഞ യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഈ വചനത്തിന് ഇന്ന് രാവിലെ ജീവനുണ്ട്. ഈ സുവിശേഷമാണ് ഒരിക്കൽ ന്യായം വിധിക്കുന്നതെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് മരിച്ചവർ ഇറങ്ങി വന്ന് സുവിശേഷം പറഞ്ഞാലും ഇന്ന് നീ വിശ്വസിക്കുമോ? ഇതെല്ലാം വെറും ഒഴിവുകഴിവുകളാണെന്നുള്ള കാര്യം മറക്കരുത്. ഈ പകൽക്കാലം കർത്താവ് പറയുന്നു, നമ്മുടെ കുറിവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ, അതായത് മരിച്ചാൽ, പിന്നെ അവൻ എവിടെ? ഈ വചനം കേൾക്കുന്ന, ചിന്തിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നീ മരിച്ചാൽ, നിന്റെ പ്രാണൻ വിട്ടാൽ, പിന്നെ അവൻ എവിടേക്ക്? വലിയ വീടുകളിലായിരിക്കാം, കാറുകളിലായിരിക്കാം, സമൃദ്ധിയിലായിരിക്കാം. ഇന്ന് രാവിലെ ജീവനുള്ള ദേശത്ത് ജീവനോടിരിക്കുന്ന സഹോദര സഹോദരി, നിനക്ക് തന്നിരിക്കുന്ന പണം നീ എങ്ങനെ ചിലവഴിക്കുന്നു? അനേക മാതാപിതാക്കളുടെ കണ്ണുനീരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ വീട്ടിന്റെ അകത്ത് വൃദ്ധനും വൃദ്ധയും ഭാര്യയും ഭർത്താവും മാത്രം. വലിയ വീട്, മക്കൾക്ക് വേണ്ടി കെട്ടിയിരുന്ന വീടാണ്. എന്നാൽ മക്കളെല്ലാം വിട്ടുപോയി. ഈ വീട്
അതിനകത്ത് ഇരുളിന്റെ അകത്ത് പേടിച്ചു വിറച്ചു കിടക്കുന്ന മാതാപിതാക്കൾ ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു വാണിംഗ് നൽകുന്നു. മക്കൾക്ക് വേണ്ടി ഓടി, മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച്, മക്കൾക്ക് വേണ്ടി കൂട്ടി വെക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഒറ്റ മക്കൾ പോലും നീ ഉണ്ടാക്കുന്ന വീട്ടിനകത്ത് താമസിക്കയില്ല. കാലങ്ങൾ മാറുന്നതനുസരിച്ച് അവരുടെ വാച്ചനും ചിന്തകളും മാറിക്കൊണ്ടിരിക്കും. അവർ നിന്റെ വീട്ടിൽ താമസിക്കയില്ലെന്നുള്ള കാര്യം മറക്കരുത്. നീ ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇവർ അധ്വാനിച്ച പണം കൊണ്ട് ഇങ്ങനെ ദൂർത്തടിച്ച് കളയാതെ ഇന്ന് പകൽക്കാലം പുഴുവെടുക്കാത്ത തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം ചെയ്യുവാൻ മറക്കരുത്. ഈ ദിവസങ്ങളിൽ ചില പുതിയ തീരുമാനങ്ങൾ എടുത്ത് കർത്താവിന്റെ വേലയ്ക്കായിട്ട് കൊടുക്കുവാൻ, കർത്താവിന്റെ നാമത്തിൽ ചെലവഴിക്കുവാൻ നീ തയ്യാറാക്. അത് സ്വർഗത്തിൽ നിക്ഷേപമായി കടന്നു വരും. അത് നിനക്ക് കല്യാണ വസ്ത്രം അവിടെ തയ്ക്കുന്നത് കാണമായി തീരും. തച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു. എന്താണ് നിന്റെ ലക്ഷ്യം? രക്ഷപ്പെട്ടു സ്നാനപ്പെട്ടു പരിശുദ്ധാത്മാവ് നിറച്ചു. എന്നാൽ മറക്കരുത്, ക്രിസ്തുവാകുന്ന ആ മണവാളന്റെ, ആ കാന്തന്റെ ആമേൻ മെച്ചൂരിറ്റി കൊത്തവണ്ണം വളർച്ച പ്രാപിച്ചെങ്കിൽ മാത്രമേ കാന്തനോട് കൂടെ, മണവാളനോട് കൂടെ ഇരുന്ന് കല്യാണ സദ്യയിൽ നിനക്ക് ഇരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഇന്ന് രാവിലെ മറക്കരുത്. യോഗ്യത നിനക്ക് വേണോ? നീതിയുടെ വസ്ത്രം നീ ധരിച്ചേ പറ്റൂ. രക്ഷയുടെ വസ്ത്രം നീ ധരിച്ചു, ശരി തന്നെ. അതിന് മുകളിൽ ഇടുന്ന നീതിയുടെ വസ്ത്രം നീ ധരിക്കുവാൻ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു. ആഡംബരങ്ങൾ വിട്ടെറിയുക. എത്രയോ വ്യക്തികൾ തിന്നിട്ട് ബാക്കി സാധനങ്ങൾ കൊണ്ട് വാരി കളയുമ്പോൾ ഓർക്കണം, ഈ ഒരു അല്പമാഹാരത്തിന് വേണ്ടി കരയുന്നവർ അനേകരുണ്ട്. നിന്റെ കണ്ണിന് മുമ്പിൽ തന്നെ സഹോദരൻ കിടക്കുന്നു ഒരു സഹായത്തിന് വേണ്ടി. ഈ അമേരിക്കയിൽ തന്നെ എത്രയോ കുടുംബങ്ങൾ എനിക്കറിയാം. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന, ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്ന നല്ല കുഞ്ഞുങ്ങളാണ്, പഠിക്കുവാൻ ബ്രില്യന്റ് ആയ കുഞ്ഞുങ്ങൾ. പക്ഷെ അവർക്ക് പഠിക്കുവാൻ പണമില്ല. അതുകൊണ്ട് അവർ ഇന്ന് ഗ്രോസറി കടയിൽ ജോലി ചെയ്യുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. സഹോദര, നീ ഒരു വിഭാഗത്തിന് വേണ്ടി ദൂർത്ത് അതിന് പണം ചെലവഴിക്കുന്ന ദൂർത്തടിപ്പിന്റെ പണം, അതിനൊരു അല്പഭാഗം ഈ കൂട്ടു സഹോദരന് കൊടുത്തിരുന്നുവെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുമായിരുന്നു, അവർ നല്ലവണ്ണം ജീവിക്കുമായിരുന്നു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്റെ കണ്ണുകളെ തുറക്കുവാൻ ഇന്ന് രാവിലെ വിളിക്കുന്നു. പെന്തക്കോസ്തുകാരനായിരിക്കാം, എന്നാൽ ആഡംബരത്തിൽ ഇന്ന് രാവിലെ ജീവിച്ച് പുളച്ച് അവിടെ പ്രോപ്പർട്ടി, അവിടെ ഇവിടെ എല്ലാം മേടിച്ച് തൂക്കി കൂട്ടി ഒരു ദിവസം മരണം വരും. നീ ഉടുക്കുന്ന വസ്ത്രം മാത്രമായിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. നിന്റെ കഴുത്തിൽ കാലിൽ ഉണ്ട് ആഭരണം പോലെ ഊരിയെടുക്കും. നിന്റെ സകലത ഊരിയെടുക്കും, എല്ലാം എടുക്കും. വെറും വസ്ത്രം ധരിച്ച് ഈ മണ്ണിലേക്ക് പോകാൻ പോകുകയാണ്. നീ തീരുമാനിക്ക. ഇപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള സമയം. 2014 ഈ ടിവിയിൽ കൂടെ വരുന്നതായ വാർത്തകൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാര്യം ആ കൊച്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ അവിടെ ജീവിതത്തെ കുറിച്ച് രാവിലെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മരിച്ചെങ്കിൽ മരിച്ചതായി, ജീവിക്കുന്നുണ്ടോ മരിക്കുന്നുണ്ടോ എന്തുപോലും അറിയാതെ ഇറങ്ങുന്ന എത്രയോ വ്യക്തികൾ, ഒന്നല്ല രണ്ടല്ല 200 കണക്കിന് ഇന്ന് രാവിലെ കേൾക്കുന്നുണ്ടോ? ഇതെല്ലാം കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളുക. സഹോദര സഹോദരി, നീ എവിടേക്കാണ് പോകുന്നത്? മറന്നു പോകരുത്. ഇത് പൽക്കാല പരിശുദ്ധമാവ് നമ്മെ ആഴത്തിൽ വിളിക്കുന്നു. ചിലത് ചെയ്യുവാൻ, ചിലത് കർത്താവിന് വേണ്ടി ചെലവഴിക്കുവാൻ, കൊടുക്കുവാൻ, സ്വർഗത്തിൽ പ്രതിഫലമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഈ രാവിലെ എഴുന്നേൽക്കുക. ഈ വചനത്താ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏതൊക്കെ രീതിയിൽ കർത്താവ് നിങ്ങളോട് ഇടപെട്ടു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഈ വചനം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ഒരുപാട് ഇടപെട്ടു എന്നോട്. ഇന്ന് ഈ കാണുന്ന പലത് കണ്ടെന്റെ ഹൃദയം ഞരങ്ങുന്നുണ്ട്. മനുഷ്യരെ അങ്ങോട്ട് പോകുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. നിന്റെ ആയുസ്സിന്റെ ഒരു ദിവസം ഇന്ന് കാലം തന്നു. ഇത് കൃപയാൽ നിനക്ക് ദീർഘമാക്കി തന്നതാ. കൃപയാൽ ആയുസ്സിൽ ഒരു ദിവസം കൂടെ ദീർഘമാക്കി. എന്തിന്
മരണാനന്തരം മരിച്ചതിന് ശേഷം നീ എങ്ങോട്ട്, എവിടേക്ക്, അതൊന്ന് ചിന്തിക്കുവാൻ രാവിലെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഇന്നും ദുഃഖത്തിൽ കിടന്ന് കഴിയുന്നെങ്കിൽ നീ എഴുന്നേൽക്ക്. സ്വർഗത്തിൽ ചില നിക്ഷേപങ്ങൾ അന്ത്യകാലത്ത് ചെയ്യുവാൻ ഇന്ന് രാവിലെ നിക്ഷേപിക്കുവാൻ അരകെട്ടി എഴുന്നേൽക്ക. പരിശുദ്ധനായ സ്വർഗപിതാവേ, ഈ വചനം നിന്റെ സന്നിധാനത്ത് ഞാൻ വെച്ചു. നിന്റെ ജലത്തിനെ പറഞ്ഞതുപോലെ ഞാൻ വാരി വിതറി അവിടെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവേ. ഇന്ന് രാവിലെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക, ഒരു പർദീസിലേക്ക് പ്രവേശിക്കുക. ഈ വചനം കേൾക്കുന്ന എല്ലാവരും നീ ഒരുക്കണമേ. ഈ ഭൂമിയിലെ ജീവിതം വെറും ഒരു താൽക്കാലികം, അത് ആഡംബരത്തിൽ പുളച്ച് ജീവിക്കാനുള്ള നല്ല കർത്താവ് അർത്ഥമുള്ളതാക്കി മാറ്റുവാൻ, ചിലതൊക്കെ ചെയ്യുവാൻ, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുവാൻ കർത്താവേ നീ സഹായിക്കണമേ. പ്രസംഗിച്ചിട്ട് ഞാനും കൊള്ളരാത്തവനായി പോകാതിരിപ്പാൻ എന്റെ ജീവിതത്തെയും ഒരുക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. താഴ്ത്തുന്നു. എത്രത്തോളം ഓടുവാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നീ തരുന്ന സമയം വരെയും അടകെട്ടി ഓടുവാൻ, ഈ സന്ദേശം അറിയിക്കുവാൻ കർത്താവേ നീ ഇടയാക്കിയാട്ടെ. താഴ്ത്തുന്നു. എല്ലാത്തിനായി സ്തോത്രം.